കൂടുതൽ സന്തോഷം വരുമ്പോൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരോട് നമ്മൾ പറയാറുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ സന്തോഷം ഷെയർ ചെയ്യാറുണ്ട്, പല രീതിയിൽ നമ്മൾ അതെ സ്റ്റാറ്റസ് ഇടാറുണ്ട്. ശരിയാണ്. ഇതിന്റെയൊക്കെ ദോഷവശങ്ങൾ എന്തായിരിക്കും? നല്ല രസമുള്ള ചോദ്യമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് കിടക്കാം. അതെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു വലിയ കാറ് വാങ്ങണമെന്ന് ആഗ്രഹിക്കാം. എനിക്കൊരു 5 കൂട്ടുകാരുണ്ട്. ആ 5 കൂട്ടുകാരും ഞാനായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ്. ഞാൻ ഈ 5 പേരോട് പോയി ഒരു കൂട്ടുകൊടുത്തപ്പോൾ ഞാൻ പറയാം, എടാ ഞാനൊരു കാറ് വാങ്ങാൻ വേണ്ടി പോവാം, നല്ലൊരു കാറാണ്. അപ്പോൾ ഈ 5 പേര് 4 പേര് പറയും, ആഹാ വാങ്ങളെയാ, അടിപൊളി കാറല്ലേ, എന്ത് സൂപ്പറല്ലേ, നീ വാങ്ങിക്കോ, നിനക്കത് പറ്റും, അയാളൊക്കെ ചെയ്യും. ഈ 5 പേരിൽ 2 പേര് ഇൻസെക്യൂറാന്ന് വിചാരിക്കാം. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെറിയ ജോലി, സാമ്പത്തികമൊന്നുമില്ല, ഒരു കാറൊക്കെ വാങ്ങുന്ന ആഗ്രഹിക്കേണ്ട കുഴപ്പമില്ല. അവരോട് നമ്മളോട് ഒരു വിരോധം അവർക്കില്ല. നമ്മൾ ഈ ഒരു വലിയൊരു കാര്യം പറയുമ്പോൾ ഇൻസെക്യൂറായ ആളുകളുടെ മനസ്സിൽ വരുന്ന മനോഭാവം എന്താ ശരിക്കും? എനിക്കത് പറ്റില്ലല്ലോ, നമ്മളോട് ഒരു പ്രശ്നമില്ലേ, എനിക്കത് പറ്റില്ലല്ലോ, എനിക്ക് ജോലി എടുക്കാൻ പറ്റുന്നില്ലല്ലോ, അവന് കുറേ പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് അവൻ വാങ്ങിച്ചല്ലോ, എല്ലാവരുടെ മുന്നിൽ ഞാൻ ഈ കൂട്ടുകൂടി നടന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നത്, നെഗറ്റീവായ ചിന്തകൾ ചിന്തിക്കുന്നു. ഇവൻ ആ വീട്ടിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അയ്യോ അവൻ കാറ് വാങ്ങാൻ പോവാ, എന്ത് ചെയ്യും, അവൻ വീട് പണിയാൻ പോവാ, അവൾ വല്ല മാലയ്ക്ക് വാങ്ങിച്ചിട്ടു, എൻ്റെ ഭർത്താവിനേക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഇത് നമ്മളെ പറ്റി നമ്മുടെ മുഖം മനസ്സിൽ ധാരണ ചെയ്തിട്ടാണ് ഇത് ചിന്തിക്കുന്നത്. ഇത് ആരിലോട്ടാണ് കണക്ട് ആവുന്നത്? നേരെ നമ്മളിലോട്ട് കണക്ട് ആവും. നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ ശത്രുതയിലായിട്ടല്ല അത്. അവൻ നമ്മുടെ ശരീരവും രൂപവും ചിന്തിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് തന്നെയാണ് മന്ത്രവാദവും കൂടോത്രവും. മറ്റൊരു വ്യക്തിയെ ധാരണ ചെയ്ത് സങ്കല്പിച്ചിട്ടാണ് നമ്മൾ കൂടോത്രം മന്ത്രവാദം ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഒരു വ്യക്തി വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന സാധനങ്ങളും. അപ്പൊ എന്ത് പറ്റും? നമ്മൾ ചെയ്യാൻ വേണ്ടി നിന്ന് നമ്മുടെ ഊർജ്ജം ബ്ലോക്ക് ആവും, നമ്മുടെ ചിന്തകൾ ഡൗൺ ആവും. ഇനി നമ്മൾ ആ വണ്ടി എടുത്താൽ ഉറപ്പായിട്ട് ആക്സിഡന്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളെ വീട് പണിയാൻ വീട്ടിലോട്ട് കയറാൻ പറ്റില്ല. ഇതിന്റെ ഏറ്റവും കൂടിയ വെർഷനാണ് ബന്ധുക്കളോട് പോയി പറയുന്നത്.